ഹലോ, ഇന്ന് കൊച്ചിക വന്നതാണ് കേട്ടോ. രാവിലെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അനൂസ് ഉണർന്നു വന്നേ. പിന്നെ അവളെ ഒന്ന് ദേഹമൊക്കെ കഴിച്ച് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. പനി ആയതുകൊണ്ട് തലയൊന്നും നനച്ചില്ല. പിന്നെ അവളെ ഒന്ന് സെറ്റാക്കി അവിടെ ഇരുത്തിയേ. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയതാണ് പിന്നെ അപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. പിന്നെ അനൂസിനും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നേ. അപ്പവും ഉള്ളിക്കറിയും കട്ടൻ ചായയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അരിയൊക്കെ വെന്ത് അരിയെ ഊറ്റാൻ വേണ്ടി നിൽക്കുവാണ്. ആദ്യം കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ച് പിന്നെ ഞാൻ അരിയും അടച്ചിട്ട് പിന്നെ തീയിൽ വെക്കാൻ വേണ്ടി ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുവാണ്. കഷ്ണങ്ങളൊക്കെ അപ്പുറത്ത് അടുപ്പിലോട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ വറക്കാൻ നിൽക്കുവാണ്. കുറേ നേരമൊക്കെ ഇളക്കി ഇളക്കി നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പൊടികളൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ആറാൻ വെച്ച്. അതിന് ശേഷം പിന്നെ ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് പറഞ്ഞ് കോവയ്ക്കയാണ് കേട്ടോ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോവയ്ക്ക അരിഞ്ഞപ്പോഴത്തേന് കഷ്ണങ്ങളൊക്കെയും വെന്ത് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആറാൻ വെച്ചിരുന്ന വറുത്ത് വെച്ച തേങ്ങയെല്ലാം കൂടെ അരച്ച് ഞാൻ അരച്ച അരപ്പെല്ലാം കൂടെ ഞാൻ കഷ്ണത്തിലോട്ട് ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പുളിവെള്ളവും വെള്ളവും ഒക്കെ ഒഴിച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചേ. അത് ഒഴിച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി അടുപ്പത്താക്കി. അപ്പോഴേക്കും തീയലും തിളച്ച് തുടങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്ത് കൊണ്ട് വെക്കുവാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാചകവും കൂടെ കഴുകി ഇറക്കുവാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ സൈഡിൽ കഴുകിയിട്ടിരിക്കുന്നതൊക്കെ പറക്കി അകത്തിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കോളും ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ പറക്കുന്നത് കണ്ടുകൊണ്ട് അനൂസും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഞാൻ തുണിയൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേന് അത് കൊണ്ടുവന്ന് അകത്തിടുവാണ് കേട്ടോ. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. പിന്നെ എഴുന്നേറ്റ് വന്ന ഉടനെ അടുക്കള കതവൊക്കെ തുറന്ന് ചായയൊക്കെ വെച്ച് പിന്നെ ചേട്ടായി എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചായ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു. കാപ്പിക്ക് പിന്നെ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് ഞാൻ മാവൊക്കെ എടുത്ത് വെക്കുവാണ്. പിന്നെ ഞാൻ ദോശ ഇടുവാണ് കേട്ടോ. അപ്പോഴും അനൂസ് നല്ല ഉറക്കമാണ്. അനൂസിന് പനി ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, അങ്ങനെ ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ഓരോന്ന് ദോശയൊക്കെ ചുട്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ച് പിന്നെ ഞാനും കാപ്പി കുടിച്ചു കേട്ടോ. ഞാനും ഉള്ളിച്ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് ദോശയും കഴിച്ച് അതിനുശേഷം സാമ്പാർ വെക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് അനൂസ് എന്നെ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറും തിളച്ച് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടെ ഗ്യാസിൽ തന്നെ വെച്ചിരുന്നേ. അതിനുശേഷം ഞാൻ അരി കൂട്ടാനാണ് കേട്ടോ വന്നത്. പിന്നെ അതൊക്കെയും കഴിഞ്ഞ് പയർ മെഴുക്കുവരട്ടിയായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പയറിന് അരിഞ്ഞതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പിന്നെ തൂത്ത് തുടച്ച് പറക്കി വെക്കുവാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഉണക്കമീനും ഞാൻ എടുത്ത് വറുത്തേ. അതിനുശേഷം ഞാൻ കറികളൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് ആക്കി വെക്കുവാണ്. ആദ്യം തന്നെ ഞാൻ സാമ്പാറൊക്കെ എടുത്ത് കുഞ്ഞു പാത്രത്തിലാക്കി അടച്ച് മാറ്റി വെച്ചേ. അത് കഴിഞ്ഞ് ഞാൻ പയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ എടുത്തത്. അനൂസ് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ കളിച്ചുകൊണ്ട്. കറിയൊക്കെ പകർന്ന് വെച്ച് ആ പാത്രങ്ങളും കൂടെ ഞാൻ കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേ. പിന്നെ ഞാൻ പാതകമൊക്കെ കഴുകി ഇറക്കുവാണ്. ഗ്യാസൊക്കെ അടിച്ച് പാതകമൊക്കെ വൃത്തിയായിട്ട് കഴുകി ഇറക്കി. പിന്നെ കഴുകാൻ കൊണ്ടിട്ടിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ടാറ്റാ.